സ്വാഗതം. കാലാവസ്ഥാ മാറ്റങ്ങൾ നമ്മുടെ എക്കണോമിക് ഇൻഡിക്കേറ്ററുകളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മളതാണ് നോക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങൾക്ക് എന്ത് പങ്കുണ്ടെന്ന്. നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം ദ ഹിന്ദു പത്രത്തിലെ ഒരു ലേഖനവും പിന്നെ ലേണേഴ്സ് IASന്റെ സ്റ്റഡി നോട്ട്സുമാണ്. UPSC സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഇത് എന്തായാലും പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രിലിംസിലെ ഇന്ത്യൻ എക്കണോമി, എൻവയോൺമെന്റ് ഭാഗങ്ങൾ, അതുപോലെ മെയിൻസ് GS പേപ്പർ 3ലെ ഇതേ വിഷയങ്ങൾ, ഇതിനെയൊക്കെ ഇത് നേരിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ? ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, അതായത് IIP, അത് നോക്കുമ്പോൾ 2025 ജൂണിലെ വളർച്ച കഴിഞ്ഞ 10 മാസത്തെ ഏറ്റവും കുറവാണ്. വെറും 1.5%. എന്താണ് അവിടെ സംഭവിച്ചത്? അതിന്റെ പ്രധാന കാരണം നോക്കിയാൽ കൽക്കരിയുടെ ഖനനത്തിലും പിന്നെ വൈദ്യുതിയുടെ ഉൽപ്പാദനത്തിലുമുണ്ടായ ഒരു വലിയ ഇടിവാണ്. ഓഹോ! അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണ കുറച്ച് നേരത്തെ എത്തിയല്ലേ? അതെ അതെ. അതും പിന്നെ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അത് ക്രമരഹിതമായിരുന്നു. അതുകൊണ്ട് ഒഡീഷ, ഝാർഖണ്ഡ് പോലുള്ള പ്രധാന ഖനന മേഖലകളില്ലേ, അവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടായി. അത് സ്വാഭാവികമായും കൽക്കരി എടുക്കുന്നതിനെയും കൊണ്ടുപോകുന്നതിനെയും ഒക്കെ കാര്യമായിട്ട് ബാധിച്ചു. ശരി ശരി. അപ്പൊ അത് വൈദ്യുതി ഉൽപ്പാദനത്തെയും പിന്നോട്ട് വലിച്ചു. അപ്പോ ഈ കുറഞ്ഞ വളർച്ച കാണിക്കുമ്പോഴും ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുന്നത് പ്രധാനമായും ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് ആണെന്ന് പറയാം, അല്ലേ? അതെ, അത് ശരിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറുകൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളെ നമ്മുടെ ഒഫീഷ്യൽ എക്കണോമിക് ഡേറ്റയുമായിട്ട് കണക്ട് ചെയ്യാൻ റിപ്പോർട്ടുകൾക്കൊരു മടിയുണ്ടെന്നും ലേഖനം പറയുന്നുണ്ടല്ലോ. അതെന്താ അങ്ങനെ? അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മുടെ മോസ്പി, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അല്ലെങ്കിൽ RBI പോലുള്ള ഏജൻസികൾ, അവര് ഈ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണം പറയുമ്പോൾ സാധാരണ ബേസ് ഇഫക്റ്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിനിലെ തടസ്സങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കൽ പരമ്പരാഗത കാരണങ്ങളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കാറ്. ശരിയാണ്. എന്നാൽ കാലാവസ്ഥ കാരണം നേരിട്ട് ഉൽപ്പാദനം കുറഞ്ഞു എന്ന് തുറന്നു പറയാൻ ഒരു വിമുഖത കാണുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളെ നോക്കേണ്ടത്. ഇപ്പോ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഒക്കെ അവരവരുടെ റിപ്പോർട്ടുകളിൽ ക്ലൈമറ്റ് റിസ്ക് ഫ്രെയിംവർക്ക് എന്നൊരു സംഗതി ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കാലാവസ്ഥാ മാറ്റം കാരണം വരാൻ സാധ്യതയുള്ള സാമ്പത്തിക നഷ്ടങ്ങളെ മുൻകൂട്ടി കാണാനും വിലയിരുത്താനുമുള്ള ഒരു രീതി. ഈ IIP, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, അതൊന്ന് വിശദീകരിക്കാമോ? UPSCക്ക് പഠിക്കുന്നവർക്ക് ഓർക്കാനായിട്ട്. അതിലെ മറ്റ് ഘടകങ്ങൾ, ഇപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, അതൊക്കെ എന്താണ്? തീർച്ചയായും. IIP എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പിട്ട കാലയളവില് രാജ്യത്തെ വ്യാവസായിക മേഖലയിൽ മൊത്തത്തിലുണ്ടായ ഉൽപ്പാദനത്തിന്റെ മാറ്റം അളക്കുന്ന ഒരു സൂചികയാണ്. ഓക്കെ. ഇതില് പ്രധാനമായും 3 സെക്ടറുകളുണ്ട്: ഖനനം, മൈനിംഗ്, മാനുഫാക്ചറിംഗ്, പിന്നെ വൈദ്യുതി, ഇലക്ട്രിസിറ്റി. ഇത് പുറത്തുവിടുന്നത് NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. അത് MoSPIക്ക് കീഴിലാണ്. ശരി. ഇതിൽ തന്നെ പലതരം തിരിവുകളുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മെഷീനറികളൊക്കെ പോലെ മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നവ. ഇതിലെ വളർച്ച പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നതിന് സൂചിപ്പിക്കാം. മനസ്സിലായി. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഷീറ്റ് പോലെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്. ഓക്കെ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഗുഡ്സ്, അത് സിമന്റ്, സ്റ്റീൽ ബാർസ് അങ്ങനെയുള്ളവ, റോഡ്, പാലം പണിയാനൊക്കെ വേണ്ടത്. അപ്പോൾ ഈ ഓരോന്നും എക്കണോമിയുടെ ഓരോ തലം കാണിച്ചു തരും. അപ്പോൾ ഈ കാലാവസ്ഥാ ബന്ധം നമ്മൾ ഒഫീഷ്യലായി അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാവും? പ്രത്യേകിച്ച് മൺസൂണിനെയും ഖനനത്തെയും ഒക്കെ ഇത്രയധികം ആശ്രയിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഇന്ത്യയുടെ എക്കോണമി, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ, മൈനിംഗ് പോലുള്ള സെക്ടറുകൾ ക്ലൈമറ്റിനും വളരെ സെൻസിറ്റീവാണ്. അതെ. അപ്പോൾ IIP പോലുള്ള പ്രധാന സാമ്പത്തിക ഡേറ്റയിൽ ഈ ക്ലൈമറ്റ് ഫാക്ടറിനെ നമ്മൾ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെങ്കിൽ അതൊരു ഭരണപരമായ വിടവ്, ഗവേണൻസ് ഗ്യാപ്പായിട്ട് മാറും. ഇത് കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് റെസീലിയന്റ് തരത്തിലുള്ള സാമ്പത്തിക നയങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു തടസ്സമാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ടിംഗ് സ്റ്റൈൽ ട്രഡീഷണൽ ഫാക്ടേഴ്സിൽ ഫോക്കസ് ചെയ്യുന്നു എന്നതൊരു വശം. ശരി. പക്ഷേ ക്ലൈമറ്റ് കാരണങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് സത്യത്തിൽ ഒരു ഇൻകംപ്ലീറ്റ് അനാലിസിസിലേക്കാണ് നയിക്കുക. അത് പോളിസി മേക്കിങ്ങിനെ ബാധിക്കും. മാത്രമല്ല, ലോകത്ത് പലയിടത്തും ക്ലൈമറ്റ് റിസ്കുകൾ പരിഗണിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പിന്നിലാകാനും സാധ്യതയുണ്ട്. ഇതിനൊരു പരിഹാരം എന്തായിരിക്കും?
എങ്ങനെ നമുക്ക് ഈ ക്ലൈമറ്റ് റിയാലിറ്റികളെ നമ്മുടെ എക്കണോമിക് അനാലിസിസിന്റെ ഭാഗമാകാൻ പറ്റും? മുന്നോട്ടുള്ള വഴി വളരെ വ്യക്തമാണ്. ഈ ക്ലൈമറ്റ് റിസ്കുകളെ നമ്മുടെ മെയിൻസ്ട്രീം എക്കണോമിക് അനാലിസിസിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ? ഒരു കാര്യം, MoSPI, RBI പോലുള്ള ഏജൻസികൾ അവരുടെ റിപ്പോർട്ടുകളിൽ കാലാവസ്ഥയുടെ സ്വാധീനത്തെക്കുറിച്ചൊരു പ്രത്യേക സെക്ഷൻ തന്നെ ഉൾപ്പെടുത്തുന്നത് ആലോചിക്കാവുന്നതാണ്. ഓക്കെ. അതോടൊപ്പം ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് ചേർന്ന ഒരു ക്ലൈമറ്റ് റിസ്ക് ഫ്രെയിംവർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിന് നല്ല ഡേറ്റ കളക്ഷൻ വേണം. ക്ലൈമറ്റ് സയൻസും എക്കണോമിക്സും ഒരുപോലെ അറിയുന്ന എക്സ്പേർട്സിന് ട്രെയിനിങ് കൊടുക്കണം. ഈ നേരത്തെ അതെന്താണ്? ക്ലൈമറ്റ് അട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തീവ്ര കാലാവസ്ഥാ സംഭവം, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഉഷ്ണതരംഗമോ, അതിന് കാലാവസ്ഥാ വ്യതിയാനം എത്രത്തോളം കാരണമായി എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ ശ്രമിക്കുന്ന പഠനശാഖയാണ്. അത്തരം പഠനങ്ങളും നമ്മുടെ പോളിസിക്ക് ഇൻപുട്ട് നൽകും. മനസ്സിലായി. ഇവിടെ നമ്മുടെ ലക്ഷ്യം ഡേറ്റയെ പൊളിറ്റിസൈസ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക വിശകലനം കൂടുതൽ റിയലിസ്റ്റിക് ആക്കുക, ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ കൂടുതൽ സജ്ജരാക്കുക എന്നതാണ്. അപ്പോ ചുരുക്കത്തിൽ കാലാവസ്ഥാ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ സാമ്പത്തിക കണക്കുകളിൽ നിന്നും ഇനിയും മാറ്റി നിർത്താൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ എത്രത്തോളം തയ്യാറാകുമെന്നൊരു വലിയ ചോദ്യം അവിടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്ത വിശകലനം ചെയ്യാം. നമസ്കാരം. ഇന്നിപ്പോൾ നമുക്ക് സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. നമ്മുടെ കയ്യിലുള്ളത് സുരക്ഷിത സ്കൂളുകൾ, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയത്തിലുള്ള ചില വിവരങ്ങളാണ്. ഈ ചർച്ചയുടെ ഒരു പ്രധാന കാരണം ഈയടുത്ത് രാജസ്ഥാനിലെ ഒരു സർക്കാർ സ്കൂളിലുണ്ടായ ഒരു ദാരുണ സംഭവമാണ്. ശരിക്കും രാജ്യത്തെ സർക്കാർ സ്കൂളുകളുടെ ഒരു അവസ്ഥയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വെറുമൊരു വാർത്ത എന്നതിനപ്പുറം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നിങ്ങളിപ്പോൾ UPSC പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ വിഷയം പല രീതിയിൽ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഗവേണൻസ് ഭാഗത്ത് വരുന്ന NEP 2020, പിന്നെ ഈ FLN, അതായത് അടിസ്ഥാന സാക്ഷരതയും സംഖ്യാജ്ഞാനവും കുട്ടികളുടെ സുരക്ഷ, അതുപോലെ ഇന്ത്യൻ എക്കണോമിയിലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഇതൊക്കെയായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാം. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2 വിദ്യാഭ്യാസം, ഹ്യൂമൻ റിസോഴ്സസ്, പിന്നെ ഈ ദുർബല വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ, സർക്കാർ നയങ്ങൾ, അതുപോലെ GS പേപ്പർ 1 സാമൂഹിക പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, വികസനം, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇത് വരും. മനസ്സിലായി. ഈ രാജസ്ഥാനിലെ ജാലാവർ ജില്ലയിൽ നടന്ന സംഭവം, സ്കൂൾ കെട്ടിടം തകർന്ന് 7 കുട്ടികൾ മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും ആദിവാസി കുട്ടികളായിരുന്നു എന്നുള്ളത് അതിന്റെ ഗൗരവം കൂട്ടുന്നു. അതെ. പിന്നെ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. രാജസ്ഥാനിൽ മാത്രം ഏകദേശം 8000 സർക്കാർ സ്കൂളുകൾ അപകടാവസ്ഥയിലാണെന്നാണ് പറയുന്നത്. 8000. അതെ, ആ കണക്ക് അത് ഞെട്ടിക്കുന്നതാണ്. ഇത് ശരിക്കും പൊതുവിദ്യാഭ്യാസത്തോട് നമുക്കുള്ള ഒരു സമീപനമാണ് കാണിക്കുന്നത്. നോക്കൂ, 2020 ദേശീയ വിദ്യാഭ്യാസ നയം, അതായത് NEP 2020, വിദ്യാഭ്യാസത്തിനു വേണ്ടി നമ്മുടെ GDPയുടെ 6% ചെലവഴിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഓർത്തിരുന്നു. പക്ഷേ ഇപ്പോ 5 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. പകരം കാണുന്നതെന്താ? സർക്കാർ ഫണ്ടിംഗ് കുറയ്ക്കാനും കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരാനുമുള്ളൊരു ശ്രമം പോലെ തോന്നുന്നു. പക്ഷേ ഈ സ്വകാര്യ പങ്കാളിത്തം വന്നാൽ ചിലപ്പോൾ നിലവാരം കൂടില്ലേ? അതൊരു വാദമാണ്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. സുരക്ഷ, അതെങ്കിലും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയല്ലേ? പ്രത്യേകിച്ചും ഈ സർക്കാർ സ്കൂളുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും അവരെയാണ്. പാവപ്പെട്ടവർ, ഗ്രാമങ്ങളിലുള്ളവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. ശരിയാണ്. അവർക്ക് വേറെ ഓപ്ഷനുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, അവർക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഈ സുരക്ഷിതമായ പഠനാന്തരീക്ഷം കൊടുക്കുക എന്നത് അത് ഭരണകൂടത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കടമയാണ്. ഇത് നടക്കാതെ വരുമ്പോൾ അത് ആർട്ടിക്കിൾ 21A പ്രകാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ലേ, അതിന്റെ ഒരു ലംഘനം കൂടിയാണ്. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിലിംസിന് ഓർക്കേണ്ട ചില പ്രധാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റുകൾ എന്ന് പറയാവുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, പ്രധാനമായിട്ട് ഒരു 3 പറയാം. 1, ദേശീയ വിദ്യാഭ്യാസ നയം 2020, NEP 2020, അതിലെ പ്രധാന മാറ്റങ്ങൾ.
ആ പുതിയ 5+3+3+4 ഘടന. പിന്നെ ഈ GDP-യുടെ 6% ചെലവാക്കാനുള്ള ശുപാർശ. ഇതൊക്കെ ഓർക്കണം. ശരി. 2 അടിസ്ഥാന സാക്ഷരതയും സംഖ്യാജ്ഞാനവും FLN, അതായത് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. 3-ാം ക്ലാസ്സോടെ കുട്ടികൾക്ക് ബേസിക് വായനയും കണക്കും ഉറപ്പാക്കുക എന്ന ലക്ഷ്യം. അതിനായുള്ള നിപുൺ ഭാരത് മിഷനൊക്കെയുണ്ട്. പക്ഷേ സ്കൂള് തന്നെ സുരക്ഷിതമല്ലെങ്കിൽ ഈ ലക്ഷ്യമൊക്കെ എങ്ങനെ നടപ്പാക്കും, അല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. 3-ാമത്തേത് ജനസംഖ്യാപരമായ ലാഭവിഹിതം, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അതായത് നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവരുടെ എണ്ണം കൂടുതലുള്ള ഈ അവസ്ഥ. ഈ സാധ്യത നമുക്ക് മുതലെടുക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്തേ പറ്റൂ. അപ്പോ സ്കൂളുകൾ ഇങ്ങനെ അപകടാവസ്ഥയിലായാൽ അത് ആ അടിത്തറയെ തന്നെയാണ് ബാധിക്കുന്നത്. വളരെ രക്തമളെ. ഇനിയിപ്പോ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടില് ഈ വിഷയത്തെ ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടി വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മെയിൻസിന് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പോകണം. 1, എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നു? അതിന്റെ മൂലകാരണങ്ങൾ. ഫണ്ടിന്റെ കുറവാണോ, അതോ ഉള്ള ഫണ്ട് ശരിക്കും ഉപയോഗിക്കാത്തതാണോ, നടപ്പാക്കലിലെ പ്രശ്നങ്ങളാണോ? ഇതൊക്കെ നോക്കണം. പിന്നെ നിലവിലെ വെല്ലുവിളികൾ. ഈ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് സർക്കാർ ശ്രദ്ധ മാറുന്നുണ്ടോ? സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പരിഹാരങ്ങളും നിർദ്ദേശിക്കണമല്ലോ. മുന്നോട്ടുള്ള വഴികൾ നിർദ്ദേശിക്കണം. GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കുക. എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും സേഫ്റ്റി ഓഡിറ്റുകൾ നടത്തുക. എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ഉത്തരവാദിത്വം ഉറപ്പാക്കണം. പിന്നെ ഈ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളുണ്ടല്ലോ, SMCs, അവയെ ശക്തിപ്പെടുത്തി രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്കാളിത്തം കൂട്ടണം. എല്ലാ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം. നമ്മൾ പഠന രീതികളെക്കുറിച്ചും സിലബസിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷേ പഠിക്കുന്ന സ്ഥലം സുരക്ഷിതമായിരിക്കുക എന്നതും അത്ര തന്നെ പ്രധാനമാണ്. അതായത് ഭൗതിക സാഹചര്യങ്ങൾ. ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ചർച്ച വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സുരക്ഷയില്ലാത്തൊരു ക്ലാസ് മുറിയിലിരുന്ന് ഒരു കുട്ടിക്ക് എങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അല്ലേ? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും ഈ ചിന്തകളോടെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയുണ്ട്. അതെന്താണെന്ന് നോക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ കുട്ടിക്കടത്ത്. നമ്മുടെ കയ്യിലുള്ള ഈ രേഖകളും ലേഖനങ്ങളും വെച്ചാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും ഇത് വായിച്ചപ്പോൾ മനസ്സ് വല്ലാതെയായി. പിന്നെ നിങ്ങൾ UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ വിഷയം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? അതെ. പ്രിലിംസിൽ നോക്കുവാണെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ, പിന്നെ ഈ ഭരണനിർവഹണം, അതായത് പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് നിയമം, പിന്നെ ഈ ASTUകൾ, ഇതൊക്കെ വരും. ശരിയാണ്. പിന്നെ മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 1, 2 എന്നിവയിൽ ഉറപ്പായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സാമൂഹിക ശാക്തീകരണം, ദാരിദ്ര്യം, പിന്നെ ഈ ദുർബല വിഭാഗങ്ങൾക്കുള്ള നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, അങ്ങനെ പലതും. അപ്പോ പരീക്ഷയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ ലേഖനത്തിലെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബീഹാറിനെക്കുറിച്ച് പറയുന്നത്, അത് ഭയങ്കരമാണ്. ഓർക്കസ്ട്ര എന്ന പേരിൽ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഭയാനകം തന്നെയാണ്. ബീഹാർ ഒരു ഹബ്ബായി മാറുകയാണ്. ഇതിനെ പല കാരണങ്ങളുണ്ട്. ഒന്ന് ദാരിദ്ര്യം തന്നെ. അതെ. പിന്നെ നേപ്പാളുമായുള്ള ആ തുറന്ന അതിർത്തി, അത് കടത്തലിന് സൗകര്യമാണ്. റെയിൽവേ കണക്ടിവിറ്റി വേറെ. ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ, അസം, ഇവിടുന്നൊക്കെയാണ് പ്രധാനമായും കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പോ ഈ കടത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഈ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അതൊരു മറയാണ്. ഈ കല്യാണങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ഡാൻസ് കളിക്കാനെന്ന് വ്യാജേനയാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ നടക്കുന്നത് വലിയ തോതിലുള്ള ലൈംഗിക ചൂഷണമാണ്. ദൈവമേ, ഇത്രയൊക്കെ നടന്നിട്ടും നമുക്ക് നിയമങ്ങളില്ലേ? ഈ പോക്സോയൊക്കെ വന്നിട്ട് വർഷങ്ങളായില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ശിക്ഷാനിരക്ക് ഇത്ര കുറവാണെന്ന് പറയുന്നത്? ശരിയാണ്. നിയമങ്ങൾ നമുക്ക് ശക്തമായിട്ടുണ്ട്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 മുതൽ, പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പിന്നെ അടിമപ്പണി നിരോധന നിയമം, ബാലവേല നിരോധന നിയമം, അങ്ങനെ ഒരുപാടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 തന്നെ മനുഷ്യക്കടത്ത് നിരോധിക്കുന്നുമുണ്ട്. എന്നിട്ടും? അതെ. എന്നിട്ടും പ്രശ്നം വരുന്നത് ഇത് നടപ്പാക്കുന്നിടത്താണ്.
ഈ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റുകൾ, അതായത് AHTUക്കൾ ജില്ലാ തലത്തിലുണ്ട്. ഉം, പക്ഷെ അവയ്ക്ക് പലപ്പോഴും ആവശ്യത്തിന് ഫണ്ടില്ല, പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥരില്ല, ചിലപ്പോൾ ഒരു വണ്ടി പോലും ഉണ്ടാവില്ല റെയ്ഡിന് പോകാൻ. പിന്നെ ഇതൊരു അന്തർ-സംസ്ഥാന പ്രശ്നമായതുകൊണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലൊരു ഏകോപനം വേണം. ഓ, അത് പലപ്പോഴും ഉണ്ടാവില്ല അല്ലേ? തീർച്ചയായും ഒരു സംസ്ഥാനത്ത് നിന്ന് കുട്ടിയെ കടത്തിയാൽ മറ്റൊരിടത്ത് വെച്ച് പിടിക്കാൻ അല്ലെങ്കിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ ഏകോപനമില്ലായ്മ വലിയ തടസ്സമാണ്. അപ്പൊ ഈ രക്ഷപ്പെടുന്ന കുട്ടികളുടെ കാര്യമോ? അവരുടെ പുനരധിവാസം എങ്ങനെയാണ്? അതും വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും പുനരധിവാസം എന്നത് ഒരു പേരിന് മാത്രമാണ് നടക്കുന്നത്. കുട്ടികൾക്കാവശ്യമായ മാനസിക പിന്തുണ, വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഒരു ഭാവി ഇതൊന്നും ഉറപ്പാക്കാൻ പറ്റുന്നില്ല. അതായത് അവർ വീണ്ടും ഈ കെണിയിൽ പെടാൻ സാധ്യതയുണ്ടെന്നാണോ? സാധ്യത വളരെ കൂടുതലാണ്. മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നമ്മളിത് നോക്കുമ്പോൾ നമ്മുടെ ശക്തി, സ്ട്രെങ്ത്സ് എന്നത് നിയമങ്ങളാണ്. പക്ഷേ ദൗർബല്യങ്ങൾ, വീക്ക്നെസ്സസ് എന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. നടപ്പാക്കലിലെ വീഴ്ചകൾ, സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മ, കുറഞ്ഞ ശിക്ഷാനിരക്ക്, വിഭവങ്ങളുടെ കുറവ്, ഈ ഏകോപനമില്ലായ്മ, പിന്നെ തെറ്റായ പുനരധിവാസം ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇതിനൊരു പരിഹാരമാർഗമൊന്നും ഈ രേഖകളിൽ പറയുന്നില്ലേ? എന്താണൊരു പോംവഴി? ഉണ്ട്. ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന നിർദ്ദേശമാണ് പിക്കറ്റ് എന്ന 6 തന്ത്രം. പിക്കറ്റ്? അതെന്താണ്? P പോളിസി, I ഇൻസ്റ്റിറ്റ്യൂഷൻസ്, C കോവർവെൻസ്, K നോളജ്, E ഇക്കണോമിക്സ്, T ടെക്നോളജി. അതായത് നയം, സ്ഥാപനങ്ങൾ, ഏകോപനം, അറിവ്, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ. വിശദീകരിക്കാമോ? പ്രധാനമായും 3 കാര്യങ്ങളിൽ ഒരുപോലെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പ്രതിരോധം, അതായത് ഇത് സംഭവിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ നിയമനടപടി, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക. അതോടൊപ്പം പുനരധിവാസം, രക്ഷപ്പെടുന്ന കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഈ കൺവെർജൻസ്, ഏകോപനമെന്ന് പറഞ്ഞത്, അത് വളരെ പ്രധാനമാണ്. പോലീസ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, തൊഴിൽ വകുപ്പ്, റെയിൽവേ, പിന്നെ NGOകൾ ഇവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം. വിവരങ്ങൾ കൈമാറണം, ഒറ്റക്കെട്ടായി നീങ്ങണം. ഇപ്പോൾ പലപ്പോഴും അതല്ല നടക്കുന്നത്. ശരിയാണ്. പിന്നെ AHTUകളെ ശക്തിപ്പെടുത്തണം. കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾ വേണം. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കടത്തുന്നവരെ കണ്ടെത്തണം. രക്ഷപ്പെടുന്ന കുട്ടികൾക്ക് പേരിനൊരു പുനരധിവാസമല്ല, ശരിയായ ദീർഘകാല പിന്തുണ നൽകണം. അപ്പം നിയമം മാത്രം പോരാ, അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങളും ഈ പറഞ്ഞ ഏജൻസികൾ തമ്മിലുള്ള സഹകരണവും സാങ്കേതികവിദ്യയുടെ ഉപയോഗവും പിന്നെ ശരിയായ പുനരധിവാസവും എല്ലാം ഒരുമിച്ച് വന്നാലേ ഇതിനൊരു മാറ്റമുണ്ടാവൂ. അതെ, ഒരു സമഗ്രമായ സമീപനം വേണം. ഇന്ത്യയിലെ കുട്ടിക്കടത്തിന്റെ ഒരു ഭീകരമായ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന്റെ കാരണങ്ങൾ, വെല്ലുവിളികൾ, പിന്നെ പരിഹാരത്തിനായുള്ള ഈ പിക്കറ്റ് പോലുള്ള നിർദ്ദേശങ്ങൾ ഇതൊരു തുടർച്ചർച്ചയായി മുന്നോട്ടു പോകേണ്ട വിഷയം തന്നെയാണ്. ഈ പിക്കറ്റ് തന്ത്രം ഫലപ്രദമാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതിയോ? അതോ ഇതിനൊക്കെ കിട്ടുന്നൊരു ഒരു സാമൂഹികമായ മൗനാനുവാദം കൂടി നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ലേ? അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. അടുത്തതായി ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കിടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കരാർ തൊഴിലിന്റെ ഒരു വർധനവിനെക്കുറിച്ചാണ്. കോൺട്രാക്ട് ലേബർ എന്ന് പറയില്ലേ, അതിനെപ്പറ്റി. കുറച്ച് പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു UPSC പഠിതാവാണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ ഭാഗമായിട്ട് വരും ഈ ഫോർമൽ, ഇൻഫോർമൽ സെക്ടർ, ലേബർ കോഡുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 3, അതായത് ഇന്ത്യൻ ഇക്കോണമി, തൊഴിൽ, പിന്നെ ലേബർ റിഫോംസ്, അതുപോലെ GS പേപ്പർ 1ൽ സോഷ്യൽ എംപവർമെന്റിന്റെ ഭാഗവും ഇത് കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു പ്രധാനപ്പെട്ട കണക്ക് തന്നെ തുടങ്ങാമല്ലേ? നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഏതാണ്ട് 2 ദശകത്തിനിടയിൽ ഇന്ത്യയിലെ ഈ ഔപചാരിക നിർമ്മാണ മേഖലയിലെ ഫോർമൽ മാനുഫാക്ചറിംഗ്, അവിടെ കരാർ തൊഴിലാളികളുടെ പങ്ക് ഇരട്ടിയായി എന്നാണ് പറയുന്നത്. 2022-23 കണക്ക് നോക്കുമ്പോൾ 40.7% നിൽക്കുന്നു. എന്താണിതിന് കാരണം? അതെ, അത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു വർധനവ് തന്നെയാണ്. ഈ ഒരു ട്രെൻഡ്, അതായത് ഫോർമൽ സ്ഥാപനങ്ങളിൽ തന്നെ സ്ഥിരം ജോലിയുടെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെ കരാർ അടിസ്ഥാനത്തിൽ ആളെ വെക്കുന്നത് കൂടുന്നു. ഇതിന് നമുക്ക് ഇൻഫോർമലൈസേഷൻ ഓഫ് ദ ഫോർമൽ സെക്ടർ എന്ന് പറയാം. അതായത് ഔപചാരിക മേഖലയുടെ അനൗപചാരികവൽക്കരണം. പഠനങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ പ്രധാന കാരണം തൊഴിലാളികളുടെ സ്കിൽസോ
അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനപരമായ ആവശ്യങ്ങളോ അല്ല, മറിച്ച് ചെലവ് ചുരുക്കലാണ്, കോസ്റ്റ് അവോയ്ഡൻസ്. ശരിക്കും പറഞ്ഞാൽ കരാർ തൊഴിലാളികൾക്ക് സ്ഥിരം ജോലിക്കാരേക്കാൾ ശരാശരി ഒരു 14.47% ശമ്പളം കുറവാണ് കിട്ടുന്നത്. ഇനി തൊഴിലുടമയുടെ മൊത്തം ചെലവ് നോക്കിയാൽ അത് ഏകദേശം 24% കുറവാണ് വരുന്നത്. ഓക്കെ, അപ്പം ചെലവ് കുറയ്ക്കാൻ വേണ്ടി കമ്പനികൾ ഇത് കൂടുതലായി ഉപയോഗിക്കുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണ്? പ്രത്യേകിച്ച് ഈ ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറയില്ലേ, അതിന്റെ കാര്യത്തിൽ? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണ്ടെത്തൽ. ഈ പഠനങ്ങൾ പറയുന്നത് കരാർ തൊഴിലാളികളെ ഇങ്ങനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് സ്ഥാപനങ്ങളുടെ ലോങ് ടേം പ്രൊഡക്ടിവിറ്റിയില്ലേ, അതിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ടെന്നാണ്. ഏകദേശം ഒരു 31% വരെ ഉൽപാദനക്ഷമത കുറയുന്നതായിട്ടാണ് കാണുന്നത്. 31%? അത് വലിയൊരു കണക്കാണല്ലോ. അതെ. ഈ തൊഴിൽ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ തൊഴിലാളിയും ഒരു നിശ്ചിത സമയത്തുണ്ടാക്കുന്ന വാല്യൂ, അതായത് നെറ്റ് വാല്യൂ ആഡഡ് പെർ വർക്കർ, അത് കുറയുന്നു. എന്നാൽ ഇതിനൊരു അപവാദമില്ലേ? എല്ലാ കമ്പനികളിലും ഇതുപോലെ തന്നെയാണോ? ശരി. അതായത് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ, ഹൈസ്കിൽഡ് വർക്കേഴ്സ്, അവരെ ഉപയോഗിക്കുന്ന വലിയ കമ്പനികൾ, അത്തരം സ്ഥാപനങ്ങളിൽ ഈ കരാർ തൊഴിൽ ഉൽപാദനക്ഷമതയെ അത്ര മോശമായി ബാധിക്കുന്നില്ല. ചിലപ്പോൾ ഗുണകരവുമാവാം. പക്ഷേ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കുറവാണ്. ഒരു ഏകദേശം 20% വരൂ. ഭൂരിഭാഗം കമ്പനികളിലും പ്രത്യേകിച്ച് കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾക്കാണ് ഈ കരാർ തൊഴിലാളികളെ വയ്ക്കുന്നത്. അവിടെ ഉൽപാദനക്ഷമത കുറയുക തന്നെയാണ് ചെയ്യുന്നത്. ശരി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 2020 പുതിയ ലേബർ കോഡുകൾ വന്നല്ലോ. അതിന് ഇതിലെന്ത് പങ്കാണുള്ളത്? അത് ഈ പ്രവണതയെ കൂട്ടുമോ കുറയ്ക്കുമോ? ഈ പുതിയ 4 ലേബർ കോഡുകൾ അത് പഴയ 29 നിയമങ്ങളെ ഒരുമിപ്പിച്ച് ലളിതമാക്കാൻ വേണ്ടിയുള്ളതാണ്. കമ്പനികൾക്ക് പ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാക്കുക, തൊഴിലാളികളെ എടുക്കുന്നതിലും പിരിച്ചുവിടുന്നതിലും കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി, അയവ് നൽകുക എന്നൊക്കെയാണ് ലക്ഷ്യം. ഓക്കെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതെ, അത് ബിസിനസ്സിന് നല്ലതാണെങ്കിലും ഈ ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോൾ സ്ഥിരം ജോലികൾ കുറഞ്ഞ് കരാർവൽക്കരണം കൂടുമോ എന്നൊരു പേടി തൊഴിലാളി സംഘടനകൾക്കുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഔപചാരിക മേഖലയിലെ അനൗപചാരികവൽക്കരണം കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ വളരെ സങ്കീർണമായൊരു വിഷയമാണല്ലേ? ഒരു ഭാഗത്ത് കമ്പനികൾക്ക് മത്സരക്ഷമത നിലനിർത്താൻ ഈ ഫ്ലെക്സിബിലിറ്റി വേണം, മറുഭാഗത്ത് തൊഴിലാളികളുടെ ക്ഷേമം, രാജ്യത്തിന്റെ ദീർഘകാല ഉൽപാദനക്ഷമത, ഇതൊക്കെ നോക്കണം. എങ്ങനെയാണ് ഈ ഒരു ബാലൻസ് കണ്ടെത്തുക? തീർച്ചയായും അതാണിതിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. കമ്പനികൾക്ക് ആവശ്യത്തിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുമ്പോൾ തന്നെ അത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിലേക്ക് പോകരുത്. കാരണം കരാർ തൊഴിലാളികൾക്ക് പലപ്പോഴും കുറഞ്ഞ ശമ്പളം, തൊഴിൽ സുരക്ഷയില്ലായ്മ, പിന്നെ ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല, PF, ESI പോലുള്ള കാര്യങ്ങൾ. ശരിയാണ്. അതുപോലെ കമ്പനികൾക്ക് ഇവരുടെ സ്കിൽ ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യം കുറയും. കാരണം അവർ സ്ഥിരം ജീവനക്കാരല്ലല്ലോ. ഇതൊക്കെ അവസാനം രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയെയും ഈ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള ലക്ഷ്യങ്ങളെയുമൊക്കെ ബാധിക്കാം. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ഈ പഠനങ്ങളിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ പുതിയ ലേബർ കോഡുകൾ കാര്യക്ഷമമായി നടപ്പാക്കണം. അതോടൊപ്പം കരാർ തൊഴിലാളികൾക്ക് നിയമം അനുശാസിക്കുന്ന മിനിമം വേതനവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കണം. 2, കമ്പനികളെ തൊഴിലാളികളെ സ്ഥിരമായി നിയമിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ഇതിനൊരു പക്ഷേ ഈ പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന, PMRPY പോലെയുള്ള പദ്ധതികൾ. പുതിയ ജോലി കൊടുക്കുമ്പോൾ സർക്കാരിന്റെ സഹായം കിട്ടുന്നത്. അതെ, അത്തരം സ്കീമുകൾ വീണ്ടും ശക്തിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ 3ാമതായി തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെന്റ്, അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ കരാർ തൊഴിൽ രീതി കൂടി വരുന്നത് അത് ചെലവ് ചുരുക്കാൻ സഹായിക്കുമെങ്കിലും ലോങ് ടേമില് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാം, തൊഴിലാളികളുടെ ക്ഷേമം, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, ഇതിലൊക്കെ ഒരുപാട് സങ്കീർണമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കമ്പനികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സ്വാതന്ത്ര്യം, ആ ഫ്ലെക്സിബിലിറ്റി നൽകുമ്പോൾ തന്നെ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം? അതുപോലെ രാജ്യത്തിന്റെ ദീർഘകാല വ്യാവസായിക വളർച്ച എങ്ങനെ ഉറപ്പാക്കാം? ഈ ഹ്രസ്വകാല ലാഭത്തിനപ്പുറം ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഇത് തീർച്ചയായും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം.
നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു ലേഖനത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ അസമത്വങ്ങളുടെ പല മുഖങ്ങൾ, അല്ലേ? അതെ. ഈ വിഷയത്തിലൊരു ആഴത്തിലുള്ള ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെറും കണക്കുകൾക്കപ്പുറം എന്താണ് ഇന്ത്യയിലെ അസമത്വത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രമെന്ന് നോക്കാം. ശരിയാണ്. തുടങ്ങുന്നതിനു മുൻപ് UPSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന്റെ പ്രാധാന്യം അതൊന്ന് പറയാം. പ്രിലിംസില് ഇന്ത്യൻ ഇക്കോണമി, പിന്നെ സാമൂഹിക പ്രശ്നങ്ങൾ, ഗവേണൻസ് ഇതിലൊക്കെ വരും. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 1 ഇന്ത്യൻ സമൂഹം, സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യം. പേപ്പർ 2 ദുർബല വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ. പിന്നെ പേപ്പർ 3 ഇത് വളരെ പ്രധാനമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച അഥവാ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതെ, അതിൽ നേരിട്ട് വരും. ഇപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗിനി സൂചിക വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും അസമത്വം കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ്. സ്കോർ 25.5 എന്ന് പറയുന്നു. പക്ഷെ ഇത് യാഥാർത്ഥ്യവുമായി അത്ര ചേരുന്നില്ല എന്നും പറയുന്നു. അങ്ങനെ ഒരു വൈരുദ്ധ്യം വരാൻ കാരണമെന്തായിരിക്കും? അതൊരു നല്ല ചോദ്യമാണ്. ഈ ഗിനി സൂചിക നമുക്കറിയാം, 0-നും 100-നും ഇടയിലാണ് അതിന്റെ സ്കെയിൽ. 0 എന്നാൽ പൂർണ്ണ സമത്വം, 100 എന്നാൽ പൂർണ്ണ അസമത്വം. ഇത് സാധാരണയായി അളക്കുന്നത് വരുമാനത്തിലെയോ അല്ലെങ്കിൽ സമ്പത്തിലെയോ അസമത്വമാണ്. ശരി. പക്ഷേ ലേഖനം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ ഈ 25.5 എന്ന കുറഞ്ഞ സ്കോർ കിട്ടുന്നത് പലപ്പോഴും വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പല്ല, മറിച്ച് അത് ഉപഭോഗത്തെ, അതായത് കൺസംഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓഹോ. ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആളുകൾ നമുക്കറിയാം അനൗപചാരിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, ഇൻഫോർമൽ സെക്ടർ. അതെ. അപ്പോൾ അവരുടെ കൃത്യമായ വരുമാനം എത്രയാണെന്ന് കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്, ഡേറ്റ കിട്ടാൻ പാടാണ്. അതെ. അതുകൊണ്ട് വരുമാനം വിട്ടിട്ട് ഉപഭോഗം മാത്രം അളക്കുമ്പോൾ ശരിക്കും രാജ്യത്തുള്ള സാമ്പത്തിക അസമത്വം പൂർണ്ണമായി അതിൽ പ്രതിഫലിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ആ വൈരുദ്ധ്യം വരുന്നത്. അങ്ങനെയാണല്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. അപ്പോ ഈ ഉപഭോഗത്തിനപ്പുറം ലേഖനം പറയുന്ന മറ്റു പ്രധാനപ്പെട്ട അസമത്വങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ ഏതാണ്ട് 22.6%, ഏറ്റവും മുകളിലുള്ള 1% ആളുകളുടെ കയ്യിലാണെന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതെ, ആ സമ്പത്തിലുള്ള അസമത്വം അത് വളരെ വലുതാണ്. അതുമാത്രമല്ല, വേറെയും ഒരുപാട് തലങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലിംഗപരമായ അസമത്വം നോക്കാം. തൊഴിൽ ശക്തിയിൽ, അതായത് ലേബർ ഫോഴ്സിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇപ്പോഴും ഏകദേശം ഒരു 36%ഉള്ളൂ, 35.9%. വളരെ കുറവാണല്ലോ. അതേസമയം നേതൃസ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴോ അത് പിന്നെയും കുറഞ്ഞ് വെറും 12.7% മാറുന്നു. ഹോ. അതുപോലെ ഡിജിറ്റൽ ലോകത്തും വലിയൊരു വിടവ് കാണാം. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോഴും കണക്കുകൾ നോക്കിയാൽ 53.9% സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യം എത്തിയിട്ടുള്ളൂ. പകുതിയോളം സ്കൂളുകളിലേ ഉള്ളൂ. അതെ. ഇനി ഗ്രാമീണ സ്ത്രീകളുടെ കാര്യമെടുത്താൽ വെറും 25%. അതായത് 4-1 പേർക്ക് മാത്രമാണ് ഇന്റർനെറ്റ് കിട്ടുന്നത്. പുരുഷന്മാരിൽ ഇത് കുറച്ചുകൂടി മെച്ചമാണ്. ഏകദേശം പകുതിയോളം പേർക്ക് 49% കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാളുടെ സാമ്പത്തിക നില, അവര് സ്ത്രീയാണോ പുരുഷനാണോ, ഗ്രാമത്തിലാണോ നഗരത്തിലാണോ, വിദ്യാഭ്യാസം, ഇതെല്ലാം ഇങ്ങനെ ഒന്നിച്ചു വരുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു വിവേചനം കൂടുകയാണ് ചെയ്യുന്നതല്ലേ? തീർച്ചയായും. അവിടെയാണ് ഈ അസമത്വങ്ങളുടെ സംയോജനം, അതായത് ഇന്റർസെക്ഷനാലിറ്റി ഓഫ് ഇനിക്വാലിറ്റി എന്ന ആശയം വരുന്നത്. ഇന്റർസെക്ഷനാലിറ്റി. അതെ. പല ഘടകങ്ങൾ, ലിംഗഭേദം, സാമ്പത്തിക സ്ഥിതി, ജാതി, സ്ഥലം, വിദ്യാഭ്യാസം, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു വ്യക്തിയുടെ അവസരങ്ങളെ വല്ലാതെ പരിമിതപ്പെടുത്തും. നിങ്ങൾ ചോദിച്ച ആ ഡിജിറ്റൽ വിടവ്, ഡിജിറ്റൽ ഡിവൈഡ്, ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണത് ബാധിക്കുന്നത്? കാരണം വിദ്യാഭ്യാസം, തൊഴിൽ നേടാനുള്ള അവസരം, വിവരങ്ങൾ അറിയാനുള്ള കഴിവ്, എന്തിനേറെ പല സർക്കാർ സേവനങ്ങളും ഇപ്പോൾ ഓൺലൈനാണല്ലോ. ശരിയാണ്. അപ്പോ ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരാൾക്ക്, പ്രത്യേകിച്ചൊരു ഗ്രാമീണ സ്ത്രീക്ക്, ഇതൊക്കെ അപ്രാപ്യമാവുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല, പുതിയ ജോലിക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, സർക്കാർ സഹായങ്ങൾക്ക് അപേക്ഷിക്കാൻ പോലും ബുദ്ധിമുട്ടാവാം. ഓ, ഇത് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും സങ്കീർണമാണല്ലോ. അപ്പോ ഈ കണ്ടെത്തലുകളെ നമുക്ക് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാല്, പ്രത്യേകിച്ച് GS പേപ്പർ 3 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച അഥവാ ഇൻക്ലൂസീവ് ഗ്രോത്ത്,
അതുമായി എങ്ങനെ ബന്ധിപ്പിക്കാം? വളരെ നല്ലൊരു പോയിന്റാണ്. ഈ ലേഖനം ആ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ലേഖനം വാദിക്കുന്നതെന്താണ്? ഗിനി സൂചിക പോലെ ഒറ്റ അളവുകോല്, അതും ഉപഭോഗത്തെ മാത്രം അടിസ്ഥാനമാക്കിയത് ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം തരില്ല എന്നാണ്. ഇന്ത്യ ഒരു സമത്വ സമൂഹമാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഉയർന്ന സമ്പത്തിലെ അസമത്വം, വരുമാനത്തിലെ അസമത്വം, ഇപ്പോഴും നിലനിൽക്കുന്ന ലിംഗവിവേചനം, പിന്നെ ഈ ഡിജിറ്റൽ വിടവ്, ഇതെല്ലാം ആ വാദത്തെ ചോദ്യം ചെയ്യുന്നു. ശരിയാണ്. എന്നാൽ മറുവശത്ത് ഒരു വാദമുണ്ട്. ക്ഷേമ പദ്ധതികളൊക്കെ കാരണം സാധാരണക്കാരുടെ ഉപഭോഗം കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഉപഭോഗത്തിലെ അസമത്വം കുറയുന്നുണ്ട്, ദാരിദ്ര്യം കുറയുന്നുണ്ട് എന്നൊക്കെ. അതും ഒരു യാഥാർത്ഥ്യമാണ്. അതെ. പക്ഷേ യഥാർത്ഥ ഇൻക്ലൂസീവ് വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്ക് വേണ്ടതെന്താണ്? ഉപഭോഗം കൂട്ടിയാൽ മാത്രം പോരാ, എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പാക്കണം. അവസര സമത്വം. അതെ. അതിന് ഈ പറഞ്ഞ ഘടനാപരമായ പ്രശ്നങ്ങൾ, ലിംഗവിവേചനം, ഡിജിറ്റൽ വിടവ് പോലുള്ളവ, അതിനെയൊക്കെ നേരിടണം. മനുഷ്യ മൂലധനത്തിൽ, അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, അതിലൊക്കെ നല്ല നിക്ഷേപം വേണം. പിന്നെ ഈ വരുമാനം, സമ്പത്ത്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കൃത്യമായ നല്ല ഡേറ്റ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയിലെ അസമത്വമെന്ന് പറയുന്നത് ഒറ്റയടിക്ക് അളക്കാൻ പറ്റുന്ന ഒന്നല്ല. പല തലങ്ങളുണ്ട്, വളരെ സങ്കീർണമാണ്. വെറും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ പോരാ. എല്ലാവർക്കും അവസരം കിട്ടുന്നുണ്ടോ, ഘടനാപരമായ തടസ്സങ്ങൾ മാറുന്നുണ്ടോ എന്നതിലാണ് കാര്യം. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട്, കേൾക്കുന്നവരോട് ചിന്തിക്കാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ആവാം. അതായത്, ഈ ക്ഷേമ പദ്ധതികളിലൂടെ പാവപ്പെട്ടവരുടെ ഉപഭോഗം കൂട്ടുന്നതിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് രാജ്യത്തുള്ള സമ്പത്തിലെയും അവസരങ്ങളിലെയുമൊക്കെയുള്ള ആഴത്തിലുള്ള പ്രശ്നങ്ങളെ, ആ ഘടനാപരമായ അസമത്വങ്ങളെ ഒരു തരത്തിൽ മറച്ചുവെക്കാൻ കാരണമാകുന്നുണ്ടോ? ഇത് ശരിക്കുള്ള ദീർഘകാലത്തേക്കുള്ള ഒരു ഇൻക്ലൂസീവ് വളർച്ചയ്ക്ക് ഒരു തടസ്സമാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. അപ്പോ അസമത്വത്തെക്കുറിച്ചുള്ള ഈയൊരു വിശകലനം നമുക്കിവിടെ നിർത്താം. ഒരുപക്ഷെ അടുത്ത തവണ നിങ്ങൾ പറഞ്ഞ ആ ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്ത നമുക്കെടുത്ത് ചർച്ച ചെയ്യാം. തീർച്ചയായും. നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യുകയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അതായത് ICJ, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു സുപ്രധാന ഉപദേശക അഭിപ്രായം നൽകിയിട്ടുണ്ട്. അതെ. അപ്പോ കാലാവസ്ഥാ നീതി, അന്താരാഷ്ട്ര കോടതിയുടെ വിധി എന്നൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കി ഇതിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഇന്ത്യ ഇത് എങ്ങനെ ബാധിക്കാം, പിന്നെ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രസക്തമാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. അന്താരാഷ്ട്ര കാലാവസ്ഥാ നിയമത്തിൽ ഇതൊരു ഒരു പ്രധാന സംഭവം തന്നെയാണ്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക്, ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് ചില ഗുണങ്ങൾ തരുന്നുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങളും. അതെ, ചില വെല്ലുവിളികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരി. അപ്പോൾ UPSCയുടെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിലിംസിനെ ഇത് പരിസ്ഥിതി, പിന്നെ അന്താരാഷ്ട്ര ഉടമ്പടികൾ, UNFCCC, പാരീസ് ഉടമ്പടി, ICJ, CBDR ആൻഡ് RC പോലുള്ള ആശയങ്ങൾ, ഇതിന്റെ ഭാഗമായി ചോദ്യങ്ങൾ വരാം. ശരിയാണ്. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2 അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, പിന്നെ GS പേപ്പർ 3 പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, ഇതിലൊക്കെ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ നയങ്ങളെ ഇതെങ്ങനെ ബാധിക്കാം എന്ന രീതിയിലൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാം. അതെ അതെ. ഓക്കെ. അപ്പൊ എന്താണ് കോടതിയുടെ ഈ അഭിപ്രായത്തിലെ പ്രധാന കണ്ടെത്തലുകൾ? നമുക്കതിലേക്ക് കടക്കാം, അല്ലേ? ശരി. കോടതി കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ ഉറപ്പിച്ചു. അതായത് UNFCCC, ക്യോട്ടോ പ്രോട്ടോക്കോൾ, പാരീസ് ഉടമ്പടി, ഇതൊക്കെ ചേർന്നൊരു നിയമചട്ടക്കൂടുണ്ട് എന്ന് കോടതി അംഗീകരിച്ചു. ഓക്കെ. പിന്നെ ഏറ്റവും പ്രധാനം CBDRR&C എന്ന തത്വം, അതായത് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ്. പൊതുവായ ഉത്തരവാദിത്തം, പക്ഷെ കഴിവനുസരിച്ച് വ്യത്യസ്തമായ ചുമതലകൾ. അതെ. അത് കാലാവസ്ഥാ ഉടമ്പടികളുടെ ഒരു അടിസ്ഥാന തത്വമാണെന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു. അതുപോലെ വികസിത രാജ്യങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ഫിനാൻസ്, സാങ്കേതികവിദ്യ കൈമാറ്റം, ഇതിനൊക്കെ ഒരു പ്രത്യേക നിയമപരമായ ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. അപ്പൊ അത് വികസ്വര രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കൊക്കെ വലിയൊരു നേട്ടമാണ്. നമ്മുടെ വാദങ്ങൾക്കൊരു നിയമപിൻബലം കിട്ടി. തീർച്ചയായും അത് വലിയൊരു പോസിറ്റീവാണ്. പക്ഷേ അവിടെയാണ് അടുത്ത കാര്യം വരുന്നത്. ചില പ്രതികൂലമായ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. പ്രധാന പ്രശ്നം പാരീസ് ഉടമ്പടിയിലെ ആ താപനില ലക്ഷ്യമില്ലേ,
2 ഡിഗ്രീസിൽ ഗണ്യമായി താഴെ എന്നത്. അതെ. അതിനേക്കാൾ കോടതി 1.5 ഡിഗ്രി എന്ന ലക്ഷ്യത്തിന് കൂടുതൽ ഊന്നൽ നൽകി. ഇത് കുറച്ചുകൂടി കർശനമാണ്. ഇത് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് മലിനീകരണം കുറയ്ക്കാൻ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കും. നമ്മുടെ ആ ഡെവലപ്മെന്റ് സ്പേസ് കുറയാൻ സാധ്യതയുണ്ട്. അതായത് പാരീസ് ഉടമ്പടി തന്ന ഒരു ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു എന്നാണോ? ഏകദേശം അതെ. പിന്നെ വേറൊന്ന്, ഈ രാജ്യങ്ങളുടെ ബാധ്യതയുടെ സ്വഭാവമാണ്. ഓബ്ലിഗേഷൻ ഓഫ് റിസൾട്ട് എന്നതിനേക്കാൾ ഓബ്ലിഗേഷൻ ഓഫ് കണ്ടക്ട് എന്നതിനാണ് കോടതി ഊന്നൽ കൊടുത്തത്. അതൊന്ന് വിശദമാക്കാമോ? ഓബ്ലിഗേഷൻ ഓഫ് കണ്ടക്ട്, ഓബ്ലിഗേഷൻ ഓഫ് റിസൾട്ട് എന്താണ് വ്യത്യാസം? പ്രായോഗികമായി എന്ത് മാറ്റമാണിത് കൊണ്ടുവരുന്നത്? പറഞ്ഞാൽ ഓബ്ലിഗേഷൻ ഓഫ് കണ്ടക്ട് എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കാനുള്ള കടമ, നന്നായി ശ്രമിക്കുക എന്നത്. ഓബ്ലിഗേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യം നേടാനുള്ള ബാധ്യത ഉറപ്പായും ചെയ്തിരിക്കണമെന്നത്. ശരി. കോടതി ഇവിടെ ആദ്യത്തേതിനാണ്, അതായത് ശ്രമിക്കുന്നതിനാണ് ഊന്നൽ കൊടുത്തത്. അപ്പോൾ ഇതിന്റെ പ്രശ്നമെന്താന്ന് വെച്ചാൽ, ഒരു രാജ്യം ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടാലും ഞങ്ങൾ ശ്രമിച്ചു എന്ന് വാദിച്ച് ഒരു പരിധിവരെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇത് ചിലപ്പോൾ ഒരു പഴുതു നൽകിയേക്കാം. അപ്പോൾ നിയമം നടപ്പാക്കുന്നത് കുറച്ച് ദുർബലമാകാൻ സാധ്യതയുണ്ട്. അതെ. അതുപോലെ ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വികസനം തുടങ്ങിയ ആവശ്യങ്ങളെ കോടതി വേണ്ടത്ര പരിഗണിച്ചില്ല എന്നൊരു വിമർശനവുമുണ്ട്. ശരി. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയുള്ള ചില കോർ ആശയങ്ങൾ നമ്മൾ പറഞ്ഞു. ICJ അഡ്വൈസറി ഒപ്പീനിയൻ, CBDRNC, പിന്നെ ഈ ഒബ്ലിഗേഷൻ ഓഫ് കണ്ടക്ട് വേഴ്സസ് റിസൾട്ട്. ഇനി മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ആകെത്തുക എന്താണ്? നോക്കൂ, ഇത് ഇന്ത്യയുടെ ക്ലൈമറ്റ് ഡിപ്ലോമസിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. CBDRNC തത്വത്തിനും വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായ ബാധ്യതയ്ക്കും കിട്ടിയ നിയമപരമായ അംഗീകാരം അത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. കാലാവസ്ഥ ചർച്ചകളിൽ നമുക്കത് ഉപയോഗിക്കാം. അതെ. പക്ഷെ മറുവശത്ത് ഈ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന കർശനമായ വ്യാഖ്യാനം വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ വികസന ആവശ്യങ്ങളെ അതെങ്ങനെ ബാധിക്കുമെന്നത് പ്രധാനമാണ്. അപ്പോൾ GS പേപ്പർ 2-3ൽ ഉത്തരമെഴുതുമ്പോൾ ഈ 2 വശങ്ങളും നമ്മൾ കാണിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നോട്ടു പോകാൻ എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ കഴിയുക? ഇന്ത്യ ഈ അനുകൂല ഘടകങ്ങൾ, അതായത് CBDRNC പോലുള്ളവ കാലാവസ്ഥാ ചർച്ചകളിൽ, കോപ്സിൽ വളരെ തന്ത്രപരമായി ഉപയോഗിക്കണം. 1.5 ഡിഗ്രി വ്യാഖ്യാനത്തെ ഒരുപക്ഷെ ചോദ്യം ചെയ്യേണ്ടി വരും. പാരീസ് ഉടമ്പടിയുടെ യഥാർത്ഥ ലക്ഷ്യം, ഇക്വിറ്റി, ചരിത്രപരമായ ഉത്തരവാദിത്വം, ഇതൊക്കെ വീണ്ടും ശക്തമായി ഉന്നയിക്കണം. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും ഒരു പങ്ക് വഹിക്കാമല്ലോ. തീർച്ചയായും അതിൽ ഇന്ത്യക്കൊരു നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ പറ്റും. അടിസ്ഥാനപരമായി ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങളും രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുടെ വികസന ആവശ്യങ്ങളും എങ്ങനെ നീതിയുക്തമായി ബാലൻസ് ചെയ്യാമെന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. അപ്പോൾ ICJയുടെ ഈ അഭിപ്രായത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന വിശകലനമാണ് നമ്മൾ നടത്തിയത്. CBDRNCക്ക് കിട്ടിയ നിയമപരമായ അംഗീകാരം ഒരു പോസിറ്റീവാണെങ്കിലും 1.5 ഡിഗ്രി സെൽഷ്യസ് വ്യാഖ്യാനം പുതിയ സമ്മർദ്ദങ്ങളുണ്ടാക്കുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാനൊരു ചോദ്യമിതാ: ഈ നിയമപരമായ അഭിപ്രായം കടലാസിൽ കാണുന്ന പോലെ അല്ലാതെ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന COP ചർച്ചകളിലെ രാഷ്ട്രീയ വിലപേശലുകളെ, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള ആ ശക്തിനിലയെ എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം നിയമം ഒരു കാര്യം, രാഷ്ട്രീയം വേറൊന്ന്. ഈ അഭിപ്രായം ഇരുപക്ഷത്തിനും വാദിക്കാൻ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥ ഫലം ആ ചർച്ചാമേശകളിലെ വിലപേശലുകളിൽ തന്നെയായിരിക്കും കാണാൻ പറ്റുക. ശരിയാണ്. അപ്പോ അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്ത ചർച്ച ചെയ്യാം. നമസ്കാരം. ഇന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രളയ്, ഇന്ത്യയുടെ പുതിയ ക്വാസി ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഈ ഒരു പുതിയ ചുവടുവെപ്പിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. പ്രത്യേകിച്ച് നിങ്ങൾ UPSC പ്രിലിംസിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ. നമ്മുടെ സിലബസിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യാ ഭാഗത്ത് പ്രതിരോധ സാങ്കേതികവിദ്യ, മിസൈൽ സിസ്റ്റംസ് ഇതിനൊക്കെ കീഴിൽ വരും. ഓ ശരി. അതുപോലെ തന്നെ ഈ കറന്റ് അഫയേഴ്സ്, അതായത് ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സമകാലിക സംഭവങ്ങൾ, അതിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഈ പ്രളയ് മിസൈലിന്റെ അടുപ്പിച്ച് 2 പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി എന്നാണല്ലേ? അതെ, അടുത്തിടെയാണ് നടന്നത്.
ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വെച്ചായിരുന്നു പരീക്ഷണം. അതെ അതെ. ഈ വാർത്തകളിലൊക്കെ ഇതിനെ ക്വാസി ബാലിസ്റ്റിക് എന്ന് പറയുന്നുണ്ട്. എന്താണ് സാധാരണ ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം? അതൊരു നല്ല ചോദ്യമാണ്. ക്വാസി ബാലിസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലൈറ്റ് പാത്ത്, സഞ്ചാരപാതയുടെ പ്രത്യേകതയാണത് സൂചിപ്പിക്കുന്നത്. സാധാരണ ബാലിസ്റ്റിക് മിസൈൽ ഒരു വലിയ പാരബോളിക് ആർക്കിലല്ലേ പോവുക? അതെ. എന്നാൽ പ്രളയം അങ്ങനെയല്ല. ഇത് കുറച്ചുകൂടി താഴ്ന്ന ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പിന്നെ യാത്രക്കിടയിൽ അതിന്റെ ദിശ മാറ്റാനും ഇതിന് കഴിയും. ഓഹോ, ദിശ മാറ്റാൻ കഴിയോ? അതെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു തന്ത്രപരമായ കാര്യം. കാരണം ഈ കഴിവുള്ളതുകൊണ്ട് ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താനും പിന്നെ ട്രാക്ക് ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ശരിയാണ്. അപ്പോൾ നിലവിലുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റംസിന് മറികടക്കാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആയുധമാണ്. ശരി. ആ ദിശ മാറ്റാനുള്ള കഴിവ് ശരിക്കും പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു തലവേദനയാകും, അല്ലേ? ഇതിന്റെ റേഞ്ച് പറയുന്നുണ്ട് ഏകദേശം 150 തൊട്ട് 500 കിലോമീറ്റർ വരെ. അതെ, 150-500 കിലോമീറ്റർ. ഇതൊരു സർഫസ് ടു സർഫസ് മിസൈലാണെന്നും പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ ക്വാസി ബാലിസ്റ്റിക് സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്കാണ് ഇത് കൂടുതൽ ഫലപ്രദം? കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ടാക്ടിക്കൽ ബാറ്റിൽഫീൽഡ് മിസൈലാണ്. അതായത് യുദ്ധമുന്നണിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഷോർട്ട് റേഞ്ചാണ്. ഉദാഹരണത്തിന് ശത്രുക്കളുടെ എയർ ഡിഫൻസ് യൂണിറ്റുകൾ, പിന്നെ റഡാർ സ്റ്റേഷനുകൾ, കമാൻഡ് പോസ്റ്റുകൾ, അല്ലെങ്കിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, എയർഫീൽഡുകൾ, ഇതൊക്കെ ആവാം ലക്ഷ്യങ്ങൾ. ഓക്കെ. ഈ 150-500 കിലോമീറ്റർ എന്ന ദൂരപരിധിക്ക് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മുടെ കയ്യിലുള്ള പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകളുണ്ട്. അതിന് ഏകദേശം ഒരു 75-90 കിലോമീറ്ററൊക്കെയാണ് റേഞ്ച്. പിന്നെ പൃഥ്വി പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതിന് ഇതിലും കൂടുതൽ റേഞ്ചുണ്ട്. ശരി. അപ്പോ ഈ പിനാകയ്ക്കും പൃഥ്വിക്കും ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു വിടവ്, അത് നികത്താൻ ഈ പ്രളയ സഹായിക്കും. ആ വിടവ് നികത്തൽ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സൈന്യത്തിന് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതെ. ഇതിലെ ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് എന്നും കണ്ടോ? അതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നത്? ഖര ഇന്ധനത്തിന് പ്രത്യേകിച്ച് ഇതുപോലുള്ള ടാക്ടിക്കൽ മിസൈലുകൾക്ക് ഒരു വലിയ ഗുണമുണ്ട്. എന്താന്ന് വെച്ചാൽ ഖര ഇന്ധനം മിസൈലിൽ നേരത്തെ തന്നെ നിറച്ചുവെക്കാം. ഓക്കെ. അപ്പോൾ ആവശ്യം വരുമ്പോൾ വളരെ പെട്ടെന്ന്, അധികം തയ്യാറെടുപ്പുമില്ലാതെ മിസൈൽ വിക്ഷേപിക്കാൻ പറ്റും. അത് പ്രധാനമാണല്ലോ. ദ്രവ ഇന്ധനമാണെങ്കിൽ വിക്ഷേപിക്കുന്നതിന് തൊട്ടുമുമ്പ് ഫില്ല് ചെയ്യണം. അതിന് സമയമെടുക്കും. യുദ്ധസാഹചര്യത്തിൽ ആ പെട്ടെന്നുള്ള പ്രതികരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്. പ്രളയ മിസൈല് ഒരു മൊബൈൽ ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കാമെന്നതും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ലോഞ്ച് ചെയ്യാം. വളരെ വ്യക്തമായി. അപ്പോ ഈ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് പ്രിലിംസിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓർത്തുവെക്കാവുന്ന ചില പ്രധാന കാര്യങ്ങൾ, അല്ലേ? അതെ. ഒന്ന്, ഈ ക്വാസി ബാലിസ്റ്റിക് പാത എന്താണ്, അതിന്റെ ആ ഒരു സ്ട്രാറ്റജിക് പ്രാധാന്യം, അതായത് താഴ്ന്നു പറക്കാനും ദിശ മാറ്റാനും പറ്റുന്നതുകൊണ്ട് കണ്ടെത്താനും തകർക്കാനും ബുദ്ധിമുട്ടാണ്. ശരിയാണ്. 2, പ്രളയ മിസൈലിന്റെ ബേസിക്സ്. DRDO വികസിപ്പിച്ചത് തദ്ദേശീയം സർഫസ് ടു സർഫസ്, റേഞ്ച് 150-500 കിലോമീറ്റർ, ഖര ഇന്ധനം. പിന്നെ അതിന്റെ ലക്ഷ്യം യുദ്ധമുന്നണിയിലെ പ്രധാന ടാർഗറ്റുകൾ. അതെ, ടാക്ടിക്കൽ ടാർഗറ്റ്സ്. പിന്നെ ആ വിടവ് നികത്തുന്നത്. പിനാക്കയ്ക്കും പൃഥ്വിക്കും ഇടയുമുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. വളരെ പ്രധാനം. ഖര ഇന്ധനത്തിന്റെ ഗുണം പെട്ടെന്ന് വിക്ഷേപിക്കാൻ പറ്റും. പിന്നെ ആ പരീക്ഷണം നടന്ന സ്ഥലം ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ്. അതിന്റെ പഴയ പേര് വീലർ ദ്വീപ് എന്നായിരുന്നു. തികച്ചും ശരിയാണ്. ഈ പോയിന്റുകൾ ഓർത്തുവെച്ചാൽ ഈ വിഷയത്തിലൊരു നല്ല ധാരണ കിട്ടും. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഈ പ്രളയ പോലെ വളരെ കൃത്യതയുള്ള, പെട്ടെന്ന് വിന്യസിക്കാൻ പറ്റുന്ന ടാക്ടിക്കൽ മിസൈലുകൾ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത് ഇന്ത്യയുടെ ആ ഒരു പരമ്പരാഗത യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ഈ മേഖലയിലെ ഒരു ഡിഫൻസ് ബാലൻസിനെ എങ്ങനെ ബാധിക്കും എന്നത് അത് ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്, തീർച്ചയായും. അപ്പോൾ പ്രളയ മിസൈലിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇന്ത്യയുടെ പ്രതിരോധശേഷി കൂട്ടുന്നതിൽ ഇതിന്റെ പങ്ക് വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് നിങ്ങൾ നൽകിയ അടുത്ത സോഴ്സിലേക്ക് കടക്കാം. ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്ത. നമസ്കാരം. നിങ്ങൾ തന്ന ആർട്ടിക്കിൾസ് ഒക്കെ നോക്കിയപ്പോൾ കാസിരംഗയെപ്പറ്റി ഒരു കിടിലൻ വാർത്ത കണ്ടു. നമുക്ക് ഇന്ന് അതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? കാസിരംഗ കടുവാ സങ്കേതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ UPSC പ്രിലിംസിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.
ആ അതെ അതെ, പരിസ്ഥിതി ജൈവ വൈവിധ്യം ആ ഭാഗത്താണിത് വരുന്നത്. പ്രോജക്റ്റ് ടൈഗർ, ടൈഗർ റിസർവുകൾ, ഇതൊക്കെ സ്ഥിരം ചോദ്യം വരുന്ന ഏരിയയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം എന്താണ്? കാസിരംഗയിലെ പുതിയ കണ്ടെത്തലുകൾ, പിന്നെ കടുവാ സംരക്ഷണത്തിൽ അതിനുള്ള പ്രാധാന്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുക എന്നതാണ്. ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ കടുവകളുടെ സാന്ദ്രത, അതായത് ടൈഗർ ഡെൻസിറ്റി, അതിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനത്താണിപ്പോൾ കാസിരംഗ. ശരിയാണ്. കർണാടകയിലെ ബന്ദിപ്പൂരും പിന്നെ ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ദേശീയോദ്യാനവുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. ഈ വിവരം അസം ഗവൺമെന്റ് പുറത്തുവിട്ടത് ജൂലൈ 29-ന് ഗ്ലോബൽ ടൈഗർ ഡേയോട് അനുബന്ധിച്ചാണ്, അല്ലേ? അതെ. ഏറ്റവും പുതിയ കണക്ക് 2024-ലെ അതുപ്രകാരം 148 കടുവകളുണ്ടവിടെ. 148? അത് നല്ലൊരു എണ്ണമാണല്ലോ. തീർച്ചയായും. ഈ എണ്ണം കൂടാനൊരു പ്രധാന കാരണം എന്താന്ന് വെച്ചാ, കാസിരംഗയുടെ ഭാഗമായ ബിശ്വനാഥ് വന്യജീവി ഡിവിഷനില്ലേ, ബിശ്വനാഥ്, അവിടെ ആദ്യമായിട്ടാണ് ഈ കണക്കെടുപ്പ് നടത്തുന്നത്. അതും ഈ ടോട്ടൽ നമ്പറിലേക്ക് വന്നു. ഓഹോ, അപ്പൊ മുൻപ് ആ ഏരിയ കണക്കിൽ പെട്ടിരുന്നില്ല. ഇല്ല. പിന്നെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, അതായത് NTCA, അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് സർവേ നടത്തിയത്. അതെങ്ങനെയാണ്? ക്യാമറ ട്രാപ്പുകളൊക്കെ ഉപയോഗിച്ച് SECR രീതി എന്ന് പറയും. സ്പേഷ്യലി എക്സ്പ്ലിസിറ്റ് ക്യാപ്ചർ റീക്യാപ്ചർ. കുറച്ചുകൂടി കൃത്യമായ കണക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും കാസിരംഗയെപ്പറ്റി കേൾക്കുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ പേരിലാണല്ലേ? അതെ, ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണല്ലോ. പക്ഷേ ഈ കണക്കുകൾ കാണിക്കുന്നത് കടുവകൾക്കും കാസിരംഗ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരിടമാണെന്നാണ്. ശരിയാണ്. അപ്പോൾ ഈ പ്രിലിംസിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ? കോർ കോൺസെപ്റ്റ്സ്. പ്രധാനമായിട്ടും പ്രോജക്റ്റ് ടൈഗർ, അത് ഓർത്തിരിക്കണം. 1973-ൽ തുടങ്ങിയത്. അതെ, 1973. കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ്. കടുവകളെയും അവയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക, അതാണ് ലക്ഷ്യം. ഓക്കെ. പിന്നെ ഈ NTCA, അതായത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, ഇത് 1972-ലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം രൂപീകരിച്ച ഒരു സ്ഥാപനമാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ലീഗൽ പവറുള്ള ബോഡി. അതെ. പ്രോജക്റ്റ് ടൈഗറിന്റെ നടത്തിപ്പ് ചുമതല NTCAയ്ക്കാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ടൈഗർ ഡേ ജൂലൈ 29. അതും പ്രധാനപ്പെട്ടതാണ്. 2010-ലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉച്ചകോടിയിലാണ് ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. അവിടെയാണ് TX2 എന്നൊരു ലക്ഷ്യം വെച്ചത്. TX2, അതായത് 2022 ആകുമ്പോഴേക്കും ലോകത്തുള്ള കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കുക. ഇന്ത്യ അത് നേരത്തെ തന്നെ അച്ചീവ് ചെയ്തു, അല്ലേ? അതെ, അത് വലിയൊരു നേട്ടമാണ്. പിന്നെ ഈ കടുവ സെൻസസ്, ഇന്ത്യയിൽ 4 വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നത്. NTCAയും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും പിന്നെ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ SCR രീതി, അതാണിപ്പോൾ ഉപയോഗിക്കുന്നത്. ക്യാമറ ട്രാപ്പ് ഡേറ്റയും സ്ഥലത്തിന്റെ വിവരങ്ങളും ഒക്കെ വെച്ച് വളരെ ശാസ്ത്രീയമായിട്ടാണ് എണ്ണവും സാന്ദ്രതയും കണക്കാക്കുന്നത്. അപ്പോൾ കാസിരംഗയിലേക്ക് തിരിച്ചു വന്നാൽ, ഇതൊരു നാഷണൽ പാർക്കാണ്, ടൈഗർ റിസർവാണ്, പിന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. അതെ, അവിടത്തെ ബിഗ് 5 വളരെ പ്രശസ്തമാണ്. ഏതൊക്കെയാണവ? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, കടുവ, പിന്നെ ആന, കാട്ടുപോത്ത്, വൈൽഡ് വാട്ടർ ബഫല്ലോ, പിന്നെ ബാരാസിംഗ അഥവാ ചതുപ്പുമാൻ, സ്വാംപ് ഡിയർ. കൊള്ളാം. അപ്പോ കാസിരംഗയുടെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. കടുവാ സംരക്ഷണത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പുതിയ ഏരിയ ചേർത്തതും സർവേ രീതികളുമൊക്കെ ഇതിന് സഹായിച്ചു. ശരിയാണ്, കാണ്ടാമൃഗങ്ങൾക്കപ്പുറത്തേക്ക് കാസിരംഗയുടെ പ്രാധാന്യം ഇത് ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് തൽക്കാലം വിടുവാങ്ങാം. ഒരു കാര്യം ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണ്? ഈ കടുവകളും കൂടുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണ്ടാമൃഗങ്ങളും അവിടെ തന്നെ. ഇവ രണ്ടും ഒരേ സ്ഥലത്ത്, അതിന്റെ ഒരു ബാലൻസ്, അത് ഭാവിയിലൊരു വലിയ ചാലഞ്ചാകുമോ? എന്തായാലും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. സംരക്ഷണം രണ്ടിനും ഒരുപോലെ ഉറപ്പാക്കണം. അതെ, നമുക്ക് നോക്കാം. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBIയുടെ ഒരു പ്രധാനപ്പെട്ട പുതിയൊരു തീരുമാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് RBIയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, ഈ റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് പറയില്ലേ, ബാങ്കുകൾ, NBFCകളും ഒക്കെ. അതെ അതെ. ഇവിടെ
ഈ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളിൽ AIFകളിൽ പൈസയിടുന്നതിന് ആ നിക്ഷേപത്തിന് ചില പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. നിങ്ങളിപ്പോൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ എക്കോണമിയിൽ പ്രത്യേകിച്ച് പ്രിലിംസിന്. തീർച്ചയായും. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ബാങ്കിംഗ് റെഗുലേഷൻ, ആ ഭാഗത്തൊക്കെ ഇത് വരും. അതെ. അപ്പോൾ എന്താണ് ഈ പുതിയ നിയമങ്ങൾ? എന്തിനാണ് RBI ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം, അല്ലേ? നോക്കാം. അപ്പോ ഈ പുതിയ ഗൈഡ് ലൈൻസ് വഴി RBI പ്രധാനമായും ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ, ഈ റെഗുലേറ്റഡ് എൻറ്റിറ്റീസ്, അതായത് ബാങ്കുകൾ, NBFCകളൊക്കെ AIFൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വെക്കുകയാണ്. ലിമിറ്റോ? എങ്ങനത്തെ ലിമിറ്റ്? പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു AIF സ്കീം എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ കോർപ്പസ്, അതായത് മൊത്തം മൂലധനം, അതിന്റെ ഒരു 20% കൂടുതൽ എല്ലാ REകളും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അതായത് എല്ലാ ബാങ്കുകളും NBFCകളും എല്ലാം കൂടെ ചേർന്ന് ഒരു ഫണ്ടിന്റെ 20% കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതെ, കറക്റ്റ്. രണ്ടാമത്തെ കാര്യം, ഒരു സിംഗിൾ RE, അതായത് ഒരു ബാങ്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു NBFC മാത്രമായിട്ട് ഒരു AIF സ്കീമിൽ 10% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. ആഹാ. അപ്പോൾ ഇൻഡിവിജ്വൽ ലിമിറ്റുമുണ്ട്, ഓവറോൾ ലിമിറ്റുമുണ്ട്. അതെ. ഇതൊരു ഫണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നത് തടയാനാണ് പ്രധാനമായും. അത് വ്യക്തമായി. പക്ഷേ ഇതിനേക്കാളും എന്താ പറയുക, കൂടുതൽ ചർച്ചയായ വേറൊരു പോയിന്റ് ഇതിലുണ്ടല്ലോ, ഈ കടക്കെണിയിലുള്ള കമ്പനികളിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടത്. അതെ അതെ, അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയാം. അതായത് ഒരു ബാങ്കിന് പണം തിരിച്ചു തരാനുള്ള ഒരു കമ്പനി ഉണ്ടെന്ന് വെക്കാം, ഒരു ഡെറ്റർ കമ്പനി. ഓക്കെ. അതേ ബാങ്ക് ഒരു AIF വഴി ഈ കമ്പനിയിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെതിരെയാണ് RBI വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷനിംഗ് നിയമങ്ങൾ കൊണ്ടുവന്നത്. എന്തിനാണ് അങ്ങനെയൊരു സ്ട്രിക്റ്റ് റൂള്? ഇതിന്റെ പ്രധാന കാരണം എവർഗ്രീനിംഗ് ഓഫ് ലോൺസ് എന്ന് പറയുന്നൊരു പരിപാടി തടയാനാണ്. എവർഗ്രീനിംഗ് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണത് ശരിക്കും? ഒന്ന് വിശദമാക്കാമോ? പറയാം. ലളിതമായി പറഞ്ഞാൽ, ബാങ്കുകൾക്ക് കിട്ടാക്കടമുണ്ടാകുമല്ലോ, NPA. അത് മറച്ചുവെക്കാൻ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ ഒരു കമ്പനിക്ക് പറ്റുന്നില്ല, അപ്പോൾ ആ പഴയ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി ബാങ്ക് തന്നെ വേറുള്ള വഴിക്ക്, ചിലപ്പോൾ ഒരു പുതിയ ലോണായിട്ടോ അല്ലെങ്കിൽ ഈ കേസിലൊരു AIF നിക്ഷേപം വഴിയോ ആ കമ്പനിക്ക് പണം കൊടുക്കുന്നു. ഓഹോ, അപ്പോൾ പേപ്പറിൽ പഴയ ലോൺ അടച്ചു തീർത്തു എന്ന് കാണിക്കാം. അതെ, പക്ഷെ ശരിക്കും പ്രശ്നം അവിടെ തന്നെയുണ്ട്, അത് മാറുന്നില്ല. ഇവിടെ ഇപ്പോ ബാങ്ക് ഒരു AIFൽ പണമിടുന്നു, ആ AIF ഈ പണമെടുത്ത് ബാങ്കിന്റെ കടക്കാരനായ അതേ കമ്പനിക്ക് കൊടുക്കുന്നു. ഇതൊരു ഇൻഡയറക്റ്റ് റൂട്ടാണ്. മനസ്സിലായി. അപ്പോൾ ഇതിനെ തടയാൻ RBI എന്ത് ചെയ്തു? അവിടെയാണ് ഈ പ്രൊവിഷനിംഗ് വരുന്നത്. RBI പറയുന്നത്, ഒരു RE, അതായത് ഒരു ബാങ്ക് ഇങ്ങനെ ഒരു AIF വഴി അതിന്റെ കടക്കാരനായ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റിനും 100% പ്രൊവിഷനിംഗ് ചെയ്യണം എന്നാണ്. 100% പ്രൊവിഷനിംഗ് അതെന്താണ്? അതായത് ബാങ്ക് ആ AIFൽ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, ആ മുഴുവൻ തുകയും ഒരു നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി അതിന് തുല്യമായ തുക ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കണം. ഓ, അത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാരം തന്നെയല്ലേ? തീർച്ചയായും. 100% പ്രൊവിഷൻ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോ സ്വാഭാവികമായും ബാങ്കുകൾ അത്തരം ഇടപാടുകൾക്ക് മടിക്കും. അതെ, അങ്ങനെ ആ എവർഗ്രീനിംഗ് എന്ന പരിപാടിക്ക് ഒരു തടയിടാൻ പറ്റുമെന്നാണ് RBI കരുതുന്നത്. ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വാക്കുകൾ, അതായത് റെഗുലേറ്റഡ് എൻറ്റിറ്റീസ്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, പിന്നെ എവർഗ്രീനിംഗ്, പ്രൊവിഷനിംഗ്, ഇവയെല്ലാം UPSC പഠിക്കുന്നവർ ഓർത്തിരിക്കണം, അല്ലേ? തീർച്ചയായും. RES എന്ന് പറഞ്ഞാൽ RBIയുടെ കൺട്രോളിലുള്ള ബാങ്കുകൾ, NBFCകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, നബാർഡ്, സിഡ്ബി പോലുള്ള ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരും. ഓക്കെ. AIFകളോ? AIFകൾ എന്ന് പറഞ്ഞാൽ ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൽ നിന്നൊക്കെ പ്രൈവറ്റായിട്ട് പണം സമാഹരിച്ച് ഒരു പോളിസി അനുസരിച്ച് പലയിടത്തും നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ്. സ്റ്റാർട്ടപ്പുകൾ, റിയൽ എസ്റ്റേറ്റ്, ഹെഡ്ജ് ഫണ്ടുകൾ, അങ്ങനെ പലതിലും. ഇവയെ നിയന്ത്രിക്കുന്നത് സെബിയാണ്. റൈറ്റ്. കാറ്റഗറി I, 2, 3 എന്നൊക്കെ തരംതിരിവുമുണ്ട്. അതെ. പിന്നെ എവർഗ്രീനിംഗ് നമ്മൾ പറഞ്ഞു, കിട്ടാക്കടം മറയ്ക്കുന്ന രീതി.
പ്രൊവിഷനിംഗ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നഷ്ടം നേരിടാൻ ലാഭത്തിൽ നിന്ന് ഒരു തുക നീക്കിവെക്കുന്നത്. 100% പ്രൊവിഷനിംഗ് എന്നാൽ ആ മുഴുവൻ തുകയും നഷ്ടമായി കണക്കാക്കി നീക്കിവെക്കണം. വ്യക്തമായി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ RBIയുടെ ഈ പുതിയ നീക്കം AIF നിക്ഷേപങ്ങൾക്ക് ഒരു കടിഞ്ഞാടിടാനും ഈ എവർഗ്രീനിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയുള്ളതാണ്. അതെ, ഇത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനും ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതേസമയം ഇത് AIF മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഫ്ലോയെ ബാധിക്കുമോ, സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങിനെ കുറയ്ക്കുമോ എന്നൊക്കെയുള്ള ചില ആശങ്കകളുമുണ്ട്. ശരിയാണ്. അതിന്റെ ഇമ്പാക്റ്റ് ഇനി വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഇന്ത്യൻ എക്കണോമി പഠിക്കുമ്പോൾ ഈ പുതിയ റെഗുലേഷനും അതിന്റെ പിന്നിലെ ലോജിക്കും ഓർത്തുവയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. RBI, AIF, എവർഗ്രീനിംഗ്, പ്രൊവിഷനിംഗ് ഈ വാക്കുകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതെ. അപ്പോ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പോകാം. ഇനി ദി ഹിന്ദു പത്രത്തിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് നോക്കാം. സ്വാഗതം. നമ്മൾ ഇന്ന് അവസാനമായി ചർച്ച ചെയ്യുന്നത് ദ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. ബാർബഡോസ് ത്രെഡ് സ്നേക്ക് എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പിനെ വീണ്ടും കണ്ടെത്തിയതിനെപ്പറ്റി. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വാർത്തയുടെ പ്രസക്തി എന്താണെന്ന് നമുക്കാദ്യം നോക്കാമല്ലേ? തീർച്ചയായും ഇത് UPSC പ്രിലിംസിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രധാനമായും പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും, അതായത് എൻവയൺമെന്റ് ആൻഡ് ഇക്കോളജി എന്ന ഭാഗത്ത്. ഓഹോ. പ്രത്യേകിച്ച് ജൈവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി, പിന്നെ വാർത്തകളിലെ ജീവിവർഗങ്ങൾ, സ്പീഷീസ് ഇൻ ന്യൂസ്, അതുപോലെ സംരക്ഷണം, കൺസർവേഷൻ, ഈ ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. ശരി. അപ്പം നമുക്ക് ഈ വാർത്തയിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. എന്താണ് ഇതിന്റെ പിന്നിലെ പ്രധാന കാര്യങ്ങൾ? ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ടെട്രാചീലോസ്റ്റോമ കാർലെ ഏകദേശം 20 വർഷത്തിനു ശേഷം വീണ്ടും കണ്ടുപിടിച്ചു. ഇത് കിഴക്കൻ കരീബിയൻ ദ്വീപായ ബാർബഡോസിലാണ് സംഭവിച്ചത്. അതെ, റീവൈൽഡ് എന്നൊരു കൺസർവേഷൻ ഗ്രൂപ്പും പിന്നെ ബാർബഡോസിലെ പരിസ്ഥിതി മന്ത്രാലയവും ചേർന്നാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. ഈ പാമ്പ് ശാസ്ത്രത്തിന് നഷ്ടപ്പെട്ട, അതായത് ലോസ്റ്റ് സയൻസ് ജീവികളുടെ ലിസ്റ്റിലായിരുന്നു. ലോസ്റ്റ് സയൻസ് അപ്പോ വംശനാശം സംഭവിച്ചു എന്നാണോ? അങ്ങനെയല്ല. അതായത് ഇതിന് വംശനാശം സംഭവിച്ചു എന്ന് ഉറപ്പില്ല, പക്ഷെ ശാസ്ത്രലോകത്തിന് കുറേ കാലമായിട്ട് ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനെ വീണ്ടും കണ്ടെത്തുന്നത് ശരിക്കും സംരക്ഷണ പ്രവർത്തനങ്ങളിലെ ഒരു വലിയ കാര്യമാണ്, ഒരു വിജയമാണ്. ഹോ, ഈ പാമ്പിന്റെ പ്രത്യേകതകൾ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ഇത് അന്ധനാണ്. അതെ. മണ്ണിൽ മാളമുണ്ടാക്കി ജീവിക്കുന്നു. ചിതലുകളെയും ഉറുമ്പുകളെയുമാണ് പ്രധാന ഭക്ഷണമെന്ന് പറയുന്നു. അതെ. പൂർണ്ണ വളർച്ചയെത്തിയാൽ പോലും വെറും 10 സെന്റിമീറ്റർ നീളം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു നാണയത്തിലൊതുങ്ങാൻ മാത്രം ചെറുത്. ശരിയാണ്, വളരെ ചെറിയ ജീവിയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ബാർബഡോസിൽ മാത്രം കാണുന്ന ഒരു തദ്ദേശീയ ജീവിവർഗം, അതായത് എൻഡമിക് സ്പീഷീസ് ആണ് എന്നതാണ്. ഓ, എൻഡമിക്. അതെ. സ്വാഭാവികമായി ലോകത്ത് വേറെ ഒരിടത്തും ഇതിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ആവാസ വ്യവസ്ഥയുടെ നാശം അത് ഈ ജീവിക്ക് വലിയ ഭീഷണിയാണ്. വംശനാശം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ ആ ബാർബഡോസിലെ സ്വാഭാവിക വനങ്ങളുടെ സംരക്ഷണം വളരെ പ്രധാനമാണല്ലേ? തീർച്ചയായും വളരെ പ്രധാനം. ആ ബാക്കിയുള്ള കാടുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ വാർത്തയിൽ ഇതിനോട് സാമ്യമുള്ള വേറൊരു പാമ്പിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ, ബ്രാഹ്മിണി ബ്ലൈൻഡ് സ്നേക്ക്, കുരുടിപ്പാമ്പ്. അത് ശരിയാണ്, കുരുടിപ്പാമ്പ്. അത് ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ സാധാരണ കാണുന്ന ഒന്നാണ്. അത് ചെടിച്ചട്ടികളിലെ മണ്ണിലൂടെയൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഫ്ലവർ പോട്ട് സ്നേക്ക് ഒന്നും വിളിക്കുന്നത്. ഓഹോ. അതിനൊരു പ്രത്യേകതയുണ്ട്. പാർത്തിനോജനസിസ് വഴി, അതായത് ആൺപാമ്പിന്റെ സഹായമില്ലാതെ ബീജസങ്കലനം കൂടാതെ തന്നെ പെൺപാമ്പിന് മുട്ടയിടാൻ കഴിയും. അപ്പൊ ഒരൊറ്റ പാമ്പിന് ഒരു പുതിയ കോളനി തുടങ്ങാൻ പറ്റുമല്ലേ? അതെ, പറ്റും. അതതിന്റെ വ്യാപനത്തിന് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ജനിതക വൈവിധ്യം കുറയാനിത് കാരണമാവാം. എന്തായാലും കാഴ്ചയിൽ നമ്മുടെ ബാർബഡോസ് ത്രെഡ് സ്നേക്കുമായി ഇതിന് കുറച്ച് സാമ്യമുണ്ട്. ശരി. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് പ്രിലിംസിനായി ഓർത്തിരിക്കേണ്ട പ്രധാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കേണ്ടത്, 1, തദ്ദേശീയ ജീവിവർഗം അഥവാ എൻഡമിക് സ്പീഷീസ് എന്ന ആശയം. എന്താണത്? അതിന്റെ പ്രാധാന്യം എന്താണ്? ഓരോ ജീവിവർഗവും
അതെത്ര ചെറുതാണെങ്കിലും നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ അതിൻ്റേതായ ഒരു പങ്കുണ്ട്. അതോർത്തിരിക്കണം. വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പിനെ വീണ്ടും കണ്ടെത്തിയത് സത്യത്തിൽ നമ്മുടെ ഭൂമിയിലെ ഈ അമൂല്യമായ ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ആലോചിക്കാം. ഈ ചെറിയ പാമ്പിനെ ഇപ്പോ കണ്ടെത്തി. പക്ഷെ ഇതുപോലെ എത്രയെത്ര ജീവിവർഗങ്ങൾ നമ്മുടെ ശ്രദ്ധ കിട്ടാതെ ഒരുപക്ഷെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടാകാം. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആ ജൈവ വൈവിധ്യ ശോഷണത്തിന്റെ വ്യാപ്തി എത്ര വലുതായിരിക്കും? അതൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും. നാളെ പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.